അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വയം നേർവഴി കണ്ടെത്താൻ പോലും കഴിയാത്ത വസ്തുക്കളെ ദൈവങ്ങളെന്ന് കരുതി ആരാധിക്കുന്നവരുടെ ബുദ്ധിശൂന്യതയെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിലും അതിനു മുമ്പുള്ള ഏതാനും ആയത്തുകളിലുമായി പറഞ്ഞു വന്നത്. അവരുടെ ഈ ബുദ്ധിശൂന്യമായ പ്രവൃത്തിക്ക് അടിസ്ഥാനം കേവലം ഊഹം മാത്രമാണെന്നാണ് ഇന്ന് പഠിക്കുന്ന 36-ാമത്തെ ചെറിയ ആയത്തിൽ പറയുന്നത്. വമാ യത്തബിഉ അക്സറുഹും ഇല്ലാ ളന്ന ഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖ് ശൈആ ഇന്നല്ലാഹ അലീമും ബിമാ യഫ്അലൂൻ. അവരിലധികം ആളുകളും കേവലം ഊഹത്തെ പിൻപറ്റുകയാണ് ചെയ്യുന്നത്. ഊഹമാകട്ടെ സത്യത്തിന്റെ യാതൊരു ഫലവും ചെയ്യുന്നില്ല. തീർച്ചയായും അള്ളാഹു അവർ ചെയ്യുന്നതൊക്കെയും അറിയുന്നുണ്ട്. വമാ യത്തബിഉ അക്സറുഹും ഇല്ലാ ളന്ന. അവരിൽ അധികം ആളുകളും കേവലം ഊഹത്തെയാണ് പിന്തുടരുന്നത്. വമാ യത്തബിഉ പിന്തുടരുന്നില്ല, അക്സറുഹും അവരിൽ അധികം ആളുകളും, ഇല്ല വന്നൻ വെറും ഊഹത്തെയല്ലാതെ. വിഗ്രഹങ്ങളെയും കല്ലുകളെയും ദൈവങ്ങളായി കരുതി വിളിച്ചു പ്രാർത്ഥിക്കുക, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളെന്ന് സങ്കല്പിക്കുക, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ദൈവങ്ങളാണെന്ന് കരുതുക, ജിന്നുകൾക്ക് ദൈവികമായ കഴിവുകളുണ്ടെന്ന് കരുതി ജിന്നുകളോട് സഹായം തേടുക. ഈ പറഞ്ഞതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. വെറും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണിവർ ഇതൊക്കെ ചെയ്യുന്നത്. പഴയകാലത്തുള്ള അവരുടെ പൂർവ്വ പിതാക്കളുടെ ഭാവനയിൽ നിന്നും ആരാധിച്ചു പോന്നത് പാരമ്പര്യമായി ലഭിച്ചത് മാത്രമാണ് ഭൂദേവാരാധകരുടെ ആരാധനാ രീതികൾ. അല്ലാതെ വസ്തുതകളുമായോ യാഥാർത്ഥ്യങ്ങളുമായോ അതിന് യാതൊരു ബന്ധവുമില്ല. അവരിൽ അധികം ആളുകളും എന്നാണ് പറയുന്നത്. അവരിൽ അധികം ആളുകളും ഊഹത്തിൻ്റെയും അനുമാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നത് എന്നാണ് അക്സറുഹും എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരുമുണ്ട്, ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് വരുന്നു. ബഹുദൈവാരാധകരിൽ ചിലർ സത്യം മനസ്സിലാക്കിയിട്ടും, അതായത് ഇതിനൊന്നും അടിസ്ഥാനമില്ല എന്ന സത്യം മനസ്സിലാക്കിയിട്ടും വീണ്ടും ബഹുദൈവാരാധനയുടെ ആളുകളായി ചമയുന്നത് അവർക്കതിൽ വിശ്വാസമുണ്ടായിട്ടല്ല, മറിച്ച് അവരുടെ കാര്യലാഭത്തിനു വേണ്ടി ഈ വിശ്വാസവുമായി നടക്കുന്ന ജനങ്ങളെ ഉപയോഗപ്പെടുത്താനും അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ നേതാക്കളായി ചമഞ്ഞു നടക്കാനുമാണ്. അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കിയിട്ടും വാശിയുടെയും സമൂഹത്തിൽ തങ്ങൾക്കുള്ള നേതൃസ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സത്യവിശ്വാസം സ്വീകരിക്കാത്ത ബഹുദൈവാരാധന നടത്തുന്നവരുമുണ്ട് ചില ആളുകൾ. അതുകൊണ്ട് ഇക്കൂട്ടർ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുദൈവാരാധന നടത്തുന്നവരാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ സാധാരണക്കാരായ അധികം ആളുകളും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിശ്വാസം കൊണ്ടു നടക്കുന്നവരാണ്. തുടർന്ന് ഒരു തത്വം പറയുകയാണ്, ഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖ് ശൈആ. യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചിടത്തോളം ഊഹം ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. ഇന്നല്ലന്ന തീർച്ചയായും ഊഹം, ലാ യുഗ്നി അത് ഉപകാരപ്പെടുകയില്ല, അത് പ്രയോജനം ചെയ്യുന്നില്ല, മിനൽ ഹഖ് യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചിടത്തോളം ഷൈഅൻ ഒന്നും ഒരു പ്രയോജനവും ചെയ്യില്ല എന്നർത്ഥം. ഇവിടെ ലന്ന് ഊഹം എന്ന് പറയുന്നത് അറിവിൻ്റെയോ ഉറപ്പിൻ്റെയോ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വെറും ഊഹം എന്നതിനെയാണ്. ഹക്ക് എന്ന് പറയുന്നത് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായോഗികമായി മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനെയാണ്. എന്ന് പറഞ്ഞാൽ ലന്ന് എന്നത് മിഥ്യയെയും ഹക്ക് എന്നത് യാഥാർത്ഥ്യത്തെയുമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വിശ്വാസം പോലെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഊഹത്തിനും അനുമാനങ്ങൾക്കും സ്ഥാനമില്ല. അത് യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ടതായിരിക്കണം. എല്ലാ ഊഹങ്ങളും തെറ്റായിക്കൊള്ളണമെന്നില്ല. എങ്കിലും വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഊഹം യാഥാർത്ഥ്യത്തിൻ്റെ പ്രയോജനം ചെയ്യില്ല എന്നത് ഒരു അടിസ്ഥാന തത്വമായി പറയുകയാണ്. ഇന്നല്ലാഹ അലീമും ബിമാ യഫ്അലൂൻ. തീർച്ചയായും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു അറിയുന്നവനാണ്. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു അലീമുൻ അവൻ അറിയുന്നവനാണ്, ബിമാ യഫ്അലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്. അവരുടെ ഈ പ്രവർത്തികൾ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് ബഹുദൈവ വിശ്വാസികൾക്കുള്ള താക്കീതാണ് മുഖ്യമായും ഈ പറഞ്ഞതിലുള്ളത്. എന്നാൽ
എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ ശത്രുക്കളുടെ ദ്രോഹ നടപടികൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾക്ക് സാന്ത്വനവുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.